അപ്പോൾ ടിക്ടോക്കിൽ 2 മില്യൺ അടിച്ച ആൾ ആരാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? വേറെ ആരുമല്ല, ബിജി TS ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ബിജി നമസ്കാരം. ആ സ്ത്രീ എനിക്കറിയാം, ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. ബിജി ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഭയങ്കര കാണാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആവേശമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. എന്താണ് ബിസിനസ്? എന്താണ് ബിജിയുടെ ബിസിനസ്? എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ രീതിയിലുള്ള സ്പായും ഒരു ബാറും കൂടിയാണ്. പറക്കൽ കോവിലൊന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ ആ കോലത്തെ ലീലാവതി തമ്പുരാട്ടി. ദുബായിലെ സ്പാ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ടാണ് ചില ആൾക്കാർ ചിത്രീകരിക്കുന്നത്. അല്ല, അത് വെറും തോന്നല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ സെക്സ് വർക്ക് ചെയ്യണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലേ? അതെ. ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ. തേടി വന്നതല്ല, ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. അല്ല, ഞാൻ സ്വന്തം മരുന്ന് കുടിക്കാറില്ല. കാശ് കൊടുക്ക. എന്താന്ന് വെച്ചാൽ എന്റെ കസ്റ്റമേഴ്സിനോട് ഞാൻ വിളിച്ചു പറയും, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് വിളിച്ചു പറയും, ചേട്ടാ എനിക്ക് വരുമ്പോൾ കള്ളു എടുത്തോണ്ട് വരണം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മുടെ സ്വന്തം ബാറിന് എടുത്ത് കുടിച്ചാൽ നമുക്ക് അവിടെ നഷ്ടമല്ലേ വരിക? ഓസിന് കുടിക്കാനാണ് താല്പര്യം. പത്തുമായിട്ട് ഒരാൾ വെടി നമ്മൾ പിന്നെ അങ്ങനെ തന്നെ പറയൂ, ആണെന്ന് തന്നെ പറയും. അല്ലാന്ന് പറയാനും വിശ്വസിക്കുവോ? നീ സത്യാണോ പറയണേ? നീ ഇതുവരെ ആരുടെയും കൂടെ വിശ്വസിക്കുവോ? റിയൽ ലൈഫിൽ അങ്ങനെയല്ല. അല്ല, ഇതുവരെ ഒരാളുടെ കൂടെ ഇല്ല. എനിക്ക് പറയേണ്ട ആവശ്യം. ഇതില് ഞാൻ എങ്ങനെയാ കള്ളം പറയാ? എന്നെ തൊട്ടപ്പോ മനസ്സിലായില്ലേ? പിന്നെ കോളേജിലെ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഓ, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു വീഡിയോയില് ചുക്കാമണി ചെറുതാണ്, അവൻ പോരാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് തള്ളാണോ? അല്ല, സത്യമാണ്. ഞാനത് എന്താവാൻ, ഞാൻ മൂപ്പരുടെ ഈ പുതിയ കളിയുടെ തുടക്കം നോക്കിക്കൊണ്ടിരിക്കായിരുന്നേ. അതായത് ഞാൻ പറയണേക്ക് അതായത് നമ്മൾ സ്പായിൽ ചെയ്യും ഹാപ്പി എൻഡിങ് ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ എന്തായാലും കാണുമല്ലോ. ഞാനിതെന്താ അംഗമെന്ന് നോക്കി നിൽക്കായിരുന്നു. ഹാപ്പി എൻഡിങ്. അപ്പൊ നിങ്ങൾ സ്പാ സെന്ററിൽ ഹാപ്പി എൻഡിങ്ങിന് വേണ്ടിയിട്ടാണോ സ്പാ സെന്റർ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുബായിൽ വന്നത് ഫസ്റ്റ് അതായിരുന്നു. ആനെ കണ്ട പാപ്പാൻ അറിയാൻ മേലെ ഏതായെന്നോന്ന്. താങ്കൾ സെക്സ് വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് ഇഷ്ടമാണ്. അലുക്കുലുത്ത ആൾക്കാരൊന്നും വേണ്ട. തടി കോൺട്രാക്ടർ, ബിൽഡേഴ്സ്, നല്ല കാശുള്ള രാഷ്ട്രീയക്കാര്, അങ്ങനെ വമ്പന്മാര് മാത്രം. അപ്പൊ എങ്ങനാ നമ്മൾ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോവല്ലേ? പീഡനായിരുന്നോ അതോ? ഇല്ല. അല്ലല്ല, ചുമ്മാ അതല്ല പച്ചാള സുമ പറയുന്നത്. ഈ വലിയ ഹോട്ടലൊക്കെ പത്രാസിയേ ഉള്ളൂ. കിടക്കാ സുഖം ഹൈവേ ലോഡ്ജ് തന്നെയാ. നീ എന്തോന്നാണ് ഈ പറയുന്നത്? പച്ചാള സുമയാര്? അല്ല, താങ്കൾ ഇഷ്ടത്തോടെയാണ് ചെയ്തപ്പോ? അല്ല, നീ വീണൊന്നും അല്ല, ഇങ്ങനെ ചോദിക്കില്ലേ? അകന്ന ബന്ധത്തിലുള്ള ചേച്ചിയാ, ബിസിനസ്സാ. അവര് പറയാറുണ്ട് ഈ വലിയ ഹോട്ടലൊക്കെ വെറുതെയാ, നമ്മുടെ വീടിന്റെ സുഖമൊന്നും വരത്തില്ലെന്ന്. ഹോട്ടലിലൊന്നും അല്ലല്ലോ കാര്യം, കൊന്നിക്ക് മനസ്സല്ലേ.